ഗൈസ് നോക്കൂ, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, ഏകദേശം 2 months or 3 months ഗ്യാപ്പിലാണ് നമ്മളിപ്പോ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും നിങ്ങൾ ഒരുപാട് സപ്പോർട്ടും ചെയ്ത ചാനലായിരുന്നു ഇഡിയറ്റ് സിബ്ലിങ്സ് 6. അപ്പൊ അത് നമ്മളെ അടുത്തുനിന്ന് നമ്മളെ മോണിറ്റൈസിന്റെ സംഭവങ്ങളൊക്കെ എത്തിയ സമയത്ത് അവര് ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതെന്ത് കണ്ടന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവൂല. അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഉക്രൈനിലും റഷ്യയിലും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ചാനൽ അവര് ബ്ലോക്ക് ആക്കുന്നു എന്നൊരു മെസ്സേജ് വിട്ടു. ചാനൽ ബ്ലോക്ക് ആക്കി. അപ്പൊ നമ്മളോട് എന്താണ് യൂട്യൂബ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല. അതൊരു ചാനൽ ആയതുകൊണ്ടാണ്. 14-ാമത്തെയും 15-ാമത്തെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു വിഷമമൊന്നുമില്ല. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് നമ്മൾ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. കുഴപ്പമില്ല. മാസത്തിൽ ഒരു ചാനൽ വെച്ചാണ് നമ്മളിപ്പോ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാസത്തിൽ 30 വീഡിയോ ഇടുമ്പോൾ ആ ചാനൽ അടിച്ചു പോകുന്നു. അത്രേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എത്ര നാളത്തേക്ക് കാണുമെന്ന് അറിയില്ല. ചിലപ്പോ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ അടിച്ചു പോകുമായിരിക്കും. എങ്കിലും സാരമില്ല, നമ്മള് പുതിയൊരു ചാനലുമായി ഇതേ നെയിമിൽ വരുന്നതാണ്. നിങ്ങൾ എപ്പോഴും ഇഡിയറ്റ് സിബ്ലിങ്സ് എന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വരുന്നതാണ് എവിടെന്നായാലും. കാര്യം നമുക്ക് പെയ്ഡ് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ 2 monthsലായാലും നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും പെയ്ഡ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മള് പണിഷ്മെന്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ പിന്നെ നമ്മളെ പുറത്തൊക്കെ പോകുമ്പോ ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ലുലുമാളിലായാലും വർക്കലേക്ക് ബീച്ചിലേക്ക് പോയപ്പോഴത്തേക്കായാലും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്താ വീഡിയോ ഇടാത്തത്, നമ്മളെ കണ്ടുടനെ ഓടി വന്ന് അവരിട്ട കമന്റ്സ് ഒക്കെ കാണിച്ച് അവര് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞതിൽ നമുക്ക് പിന്നെ വീഡിയോ ഇടാതെ ഇരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ വന്നതാണ്. അപ്പോ പെയ്ഡ് വീഡിയോസ് അഥവാ കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ഇടുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, ഇഷ്ടപ്പെട്ട തീമിൽ, ഇഷ്ടപ്പെട്ട സ്റ്റുഡന്റിനെയും ടീച്ചറിനെയും നമ്മൾ രണ്ടുപേരും തന്നെ മാറുകയും ചെയ്യും വെച്ചിട്ട് പണിഷ്മെന്റ് ഏത് കണ്ടന്റ്സ് ആണെങ്കിൽ പണിഷ്മെന്റിൽ തന്നെ ഇയർ പുള്ളിങ്, ഹെയർ പുള്ളിങ്, അങ്ങനെയുള്ള ക്യാനിങ് വീഡിയോസ്, അങ്ങനെയുള്ള കണ്ടന്റ്സ് എല്ലാം വെച്ച് നിങ്ങൾ പറയുന്ന തീമിൽ, നിങ്ങൾ പറയുന്ന സ്റ്റോറിയിൽ, സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും, അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മറ്റുള്ള ചാനൽസ് ആയ ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ലോഗ്, ഇതൊന്ന് സിബ്ലിങ്സ് ടീമിലാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ ടീച്ചർ സ്റ്റോറി, സ്റ്റൈലിംഗ് വിത്ത് ജാൻ എന്നിവ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിലേക്ക് വീഡിയോസ് ഉടൻ വരുന്നതാണ്. അത് ഇട്ടോണ്ടിരിക്കുവാണ്. ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ലോഗില് മുന്നാസിന് നല്ലൊരു ബർത്ത്ഡേ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. എല്ലാരും കയറി അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്. ഇതൊരു 100K ഓടുമ്പോ അതൊരു 10K എങ്കിലും ഒന്ന് ആക്കി തന്നെങ്കിലും ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ലോഗും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. ഈ ജന്നത്ത് ബീദീൻ ആരാണ്? ജന്നത്ത് ബീദീൻ ഞാനാ ടീച്ചർ. വന്നേ. എന്താ ടീച്ചർ? തന്റെ സോഷ്യൽ സയൻസ് എന്റെ പേപ്പറാണ് എന്റെ ആയിരിക്കുന്നത്. എത്ര മാർക്ക്? 16 ആണോടോ? എത്രയാ മാർക്ക് കിട്ടിയിരിക്കുന്നത്? 15-ന് 16 കിട്ടിയോ തനിക്ക്? 15-ന് 16 കിട്ടിയോടോ തനിക്ക്? 15-ന് 6. എന്നെ ആദ്യം എന്താ പറഞ്ഞേ? താങ്കൾ കളിപ്പിക്കാണോ? ടീച്ചർ എന്ന് വിചാരിച്ചത് എനിക്ക് എന്തോന്നാ? കളിപ്പാണെന്ന് വിചാരിച്ചോ? 15-ന് 6. എന്നിട്ട് കള്ളം കൂടെ പറയുന്നോടോ? ഇങ്ങോട്ട് തന്നെ എന്നോട് കള്ളം പറഞ്ഞിട്ട് അങ്ങനെ നീ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. കള്ളം പറയോടോ? കള്ളം പറയൂ. ഇല്ല ടീച്ചർ. എന്തിനാടോ കള്ളം പറയുന്നേ? പോയി അപ്പുറത്തെ ബിന്ദു ടീച്ചറിന്റെ സ്റ്റിക്ക് വാങ്ങിച്ചോട്ടോ. ഇതെന്താ നടു പഠിച്ചത്? നിന്റെയൊക്കെ ക്ലാസ്സിലല്ലേ ഇരിക്കുന്നു, ഒളിച്ചില്ലെങ്കിലേ ഉള്ളു അതിശയം. പോയി ഇത് വാങ്ങിച്ചിട്ടോ. ഇത്രയും നേരം എടുപ്പോയി കിടന്നടോ. ഇങ്ങോട്ട് നിൽക്കടോ. എങ്ങനെയാ ഇത്രയും മാർക്ക് പറഞ്ഞേ? ഞാൻ പഠിച്ചതാ ടീച്ചർ. പക്ഷെ ഈ സാരി പിടിച്ച നേരെ കേട്ടോ. ഈ സാരി പിടിച്ച നേരെ എന്താ ഒരു ടീച്ചറിന്റെ സാരി പിടിച്ച് വെച്ച് കുട്ടി, ഇതൊരു പുണ്യമാണ് കുട്ടി. ഗുരുക്കന്മാർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നത് അത് പുണ്യമായിട്ട് കരുതുക. ഞാനൊക്കെ എത്ര ടീച്ചേഴ്സിന് പ്ലേറ്റ് പിടിച്ചു കൊടുത്തിട്ടുള്ളതാ. ടീച്ചറിന് ബ്യൂട്ടി പാർലർ ആയിരുന്നു. എന്താ
തമാശ പറയുന്നോട് തിരിഞ്ഞേക്ക്. എന്താണോ ഈ 15-ന് 6 ആയിപ്പോയെ? ഞാൻ പഠിക്കാനാണോ ഇവിടെ വരുന്നേ? പഠിക്കാനാണോ ഇവിടെ വരുന്നേ? അതോ കറങ്ങി നടക്കാനാണോ? കറങ്ങി എന്താണ് പല്ല് പിടിക്കുന്നു? പല്ല് പിടിക്കുന്നോടോ? പല്ല് പിടിക്കുന്നോ? നോട്ട് എടുത്തിട്ട് വന്നേ. ചെക്ക് ചെയ്യട്ടെ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി എസ് നോട്ട് എടുത്തോണ്ടോ? എന്താ ഇല്ലാത്ത? എന്താ കൊണ്ടുവരാത്തെ? തന്നോടല്ലേടോ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ കുന്തം പിഴിഞ്ഞാണെന്ന് നിൽക്കാതെ കാര്യം പറയണോ? ചിരിക്കുന്നു. നോട്ട് കൊണ്ടുവരാതെ ആരെന്നോ തന്റെ വിചാരം? ആരെന്നാണോ തന്റെ വിചാരം? എണീക്കടോ, എണീക്കടോ. ടീച്ചറിന്റെ പിന്നെ സീറ്റ് കയറിയിരിക്കുന്നു. എണീക്കാൻ തന്നെ തന്നോടെ കാലി തള്ളിയിട്ട് താഴെ ഇടാൻ പോകുന്നു. ഇങ്ങോട്ടല്ലേ ചിരിക്കുന്നു. അട്ട കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് ജന്നത്തൊന്ന് പറഞ്ഞു നോക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ളത് മൂക്കിൽ കയ്യേറ്റി കാക്കുന്നോടോ? കയ്യേറ്റി കാക്കുന്നോ? എന്ത് വൃത്തിയിടാക്കേടോ? എണീക്കടോ, എന്ത് വൃത്തിയിടാ? ഒന്നും പഠിക്കൂല. ഇത്ര നേരം പാവാടെ കാണണ്ടല്ലേ? ഇപ്പഴാണ് കറക്റ്റ് ചന്തിക്കടിയുണ്ട്. ഇനിയാണ് മൂക്ക് കയ്യേറ്റി കറക്കിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം ഒരു പുള്ളി വിടാതെ എനിക്ക് കേൾക്കണം. പറഞ്ഞേ. ഇന്നലെ ഞാൻ 5th പോർഷൻ പഠിപ്പിച്ചതിന്റെ SS-ന്റെ ഫുള്ളായിട്ട് തനിക്ക് മനസ്സിലായത് എന്താണോ അതെനിക്ക് കേൾക്കണം. പറഞ്ഞേ. ആസ്പെൻഡോ? അത് പറയാൻ പോലും അറിയില്ലടാ എനിക്ക്. അപ്പൊ മിനിഞ്ഞാന്ന് പഠിപ്പിച്ച പറഞ്ഞേ. എനിക്ക് എന്ത് പറയാനും ഓരോ മുട്ട ന്യായങ്ങളുണ്ട്. മുടി മാറ്റോ? കൊറേ മുടിയും വളർത്തിയിട്ട് അങ്ങ് ഇറങ്ങിയുള്ളൂ. ആ മുടി വളർത്തുന്ന സമയം ഉണ്ടെങ്കിൽ 5 അക്ഷരം പഠിച്ചുകൂടെയോ? പഠിച്ചുകൂടെയോ? നീ ഇന്നലെ എന്റെ ആബ്സെന്റ് ആയിരുന്നു. എവിടെ പോയിരുന്നു? ഏത് സിനിമയാ കണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളൂല. അപ്പൊ നീ പഠിക്കാനില്ല, ആ സിനിമയും കുറ്റം പറയുവാണോ? നിനക്ക് പഠിക്കാനും വയ്യ, ആളുകൾ കോടികൾ മുടക്കിയ സിനിമയും കുറ്റം പറയുവാണോടോ? ആര്? എന്തിനും കുറ്റ ന്യായങ്ങളുണ്ടല്ലോ. അപ്പൊ ആ സിനിമ എങ്ങനെയുണ്ട്? ഏത് ഷോയ്ക്കാ പോയത്? ലാസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയ്ക്ക് പോയി. താൻ ഈ എക്സാം ആയാലെങ്കിലും തലേന്ന് ഒരു 12 മണി വരെ പഠിക്കുവോടോ? താൻ പഠിക്കുവോടോ? പഠിക്കുവോ? പിന്നെ താൻ സെക്കൻഡ് ഷോയ്ക്ക് എന്തിനു പോയത്? അതിനൊക്കെ എന്ത് മണികൊണ്ട് പോയി? എണീക്കടോ, എണീക്കടോ. നീയാണോ തീരുമാനിക്കണം ഞാൻ ഏത് ചന്തിയിലെടുക്കണം? ഇവിടെ നിൽക്കാൻ ടീച്ചർ. ടീച്ചർ ഒരു ചന്തിയിലെ അടിക്കുന്നു. ഏത് ചന്തിയിൽ അടിയുണ്ട്? അപ്പൊ അങ്ങോട്ട് പോയില്ലേ? ഇവിടെ കയറുന്ന സെക്കൻഡ് ഷോയ്ക്ക് പോകുന്ന സമയത്ത് നീ എക്സാമിന്റെ ഏതെങ്കിലും ഒരു ദിവസം തലേന്നിരുന്ന് 12 മണി വരെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ടീച്ചർ, 1 മണി വരെ. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? ഇനിഞ്ഞാമത്തെ പോർഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ പഠിപ്പിച്ച SS ചരിത്രത്തില് ആരൊക്കെ ഉണ്ടായിരുന്നു? നൂർജഹാന്റെ, ഷാജഹാൻ. എണീരേ. അപ്പോ നിനക്ക് സിനിമയിലുള്ളവർ ആരൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. ഞാൻ പഠിച്ച പോർഷനില് ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നിനക്ക് അറിയത്തില്ല അല്ലേ? അല്ലേ? നേരെ നീക്കടോ. ടീച്ചറിന്റെ മുന്നിൽ നിൽക്കണം. ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നേ? ഒരു മാനേഴ്സ് ഇല്ലാത്ത കുട്ടി. പഠിച്ചോണ്ടല്ലേ? അടുത്ത ക്ലാസ് വരുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് വരണോ? ഇവിടെ മുഖമൊക്കെ വയ്ക്കുന്നേ കോരങ്ങി. അടുത്ത ക്ലാസ് വരുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. പറഞ്ഞേട്ടോ? ടീച്ചറിനെ മങ്കിയെന്ന് വിളിക്കാതായതാ. നാളെ വരുമ്പോ നന്നായിട്ട് പഠിച്ചോണ്ട് വരണം. നാളെ അമ്മേനും
അതിന് സൈൻ ചെയ്തോണ്ട് വരണം. മനസ്സിലായോ? ഇത് അമ്മയെ കാണിക്കാൻ പറ്റില്ല ടീച്ചർ. ഈ 16-ന് 6 മാർക്ക് വാങ്ങിച്ചത് അമ്മയെ കാണിച്ച് സൈൻ ചെയ്ത് വേണം നാളെ ക്ലാസ്സിൽ വരാൻ. ടീച്ചർ ഇതാണോ സൈൻ ചെയ്യേണ്ടത്? അതെ, ഇതിന് താഴെ സൈൻ ചെയ്തിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോടോ? ആയിട്ട് കുത്തരെ ഞാൻ. ശരി, താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണിൽ ടിങ് ടിങ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, ഇഷ്ടമുള്ള തീമിൽ, ഇഷ്ടമുള്ള പണിഷ്മെന്റ് കണ്ടന്റ്സുമായി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളുടെ അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യേണ്ടതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽസ് ആയ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ്സ്, ഇഡിയറ്റ് സിബ്ലിംഗ്സ് ടീംസ്, ടീച്ചർ സ്റ്റോറി, സ്റ്റൈലിംഗ് വിത്ത് ജാക്ക് എന്നിവ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. മാളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതിന്റെ കൈ പിടിച്ച് ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് മാള് പറയുന്നത്. പക്ഷെ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ് നിങ്ങളെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പൊളി ചാനലാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മള് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വീണ്ടും വരുന്ന, ഇനി മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇനി സ്ഥിരം വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്നും കയറി നോക്കുക. അപ്പോ പുതിയ